ഇപ്പോൾ എഐയുടെ കാലത്ത് ഏത് ചിത്രങ്ങളും ഏത് പോസുകളും കേവലം ചിത്രങ്ങൾ മാത്രം അങ്ങോട്ട് കൊടുത്തിട്ട് അതിൽ കമാൻഡൂടെ കൊടുത്താൽ എങ്ങനെ വേണമെങ്കിലും വരും. ചുംബിക്കുന്നത് വരും, കിടപ്പറ വരും, ഇതൊക്കെ വരുന്നൊരു കാലമാണ്. അതൊക്കെ എഐ ആണെന്ന് പറയാം. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ ഒരു ദിവസം ഒരു സ്ത്രീ വന്നിട്ട് കരണക്കുറ്റിക്കൊരടിയം കൊടുക്കുക, മാറി മാറി അടിക്കുക, നീ എന്നെ ചതിച്ചു, നീ എന്നെ വഞ്ചിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിച്ചു എന്നൊക്കെയാണ് സംഗതി പറയുന്നത്. നിരപരാധിയായ ആ ഡോക്ടർ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്ത് പോലീസ് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ ഈ യുവതിയെ കണ്ടുപിടിച്ചു. അപ്പോഴാണ് കഥയുടെ ചുരുളഴിയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ നിരപരാധിയാണ്. അപ്പോൾ കഥയുടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. ഈ പെൺകുട്ടി അവരുടെ പിതാവുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നു. അപ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ സുഹൃത്തിൻ്റെ ചികിത്സയ്ക്കായി വന്നതാണ് പ്രതിയായ നൗഷാദ് അവിടെ ചികിത്സയ്ക്കായി വന്ന് കൂട്ടുകാരനെ കൂട്ടിയിരിക്കുമ്പോൾ PG ഡോക്ടർമാർ പലരും വരും. അപ്പോഴാണ് നൗഷാദിനെ പോലെ തന്നെ രൂപവും ഭാവവും ഒക്കെയുള്ള ഒരു ഡോക്ടർ വന്നു പോകുന്നത്. പ്രണയത്തിൽ PG ഡിഗ്രി എടുത്ത നൗഷാദ് ആ ഡോക്ടറുടെ പേര് മനസ്സിലാക്കി. എന്നിട്ടോ ആ ഡോക്ടറുടെ പേരിൽ ഒരു SIM കാർഡ് എടുത്തു. ആ ഡോക്ടർ ഈ പെൺകുട്ടിയുടെ പിതാവിനെയും നോക്കുന്ന ആളാണ്. അപ്പോൾ എന്തു ചെയ്തു? ആ ഡോക്ടർ എന്ന പോലെ ഈ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു. ഡോക്ടർ ചികിത്സിക്കുന്ന പിതാവിൻ്റെ മകൾക്ക് മെസ്സേജ് അയക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിയും വളരെ എക്സൈറ്റഡായി. ഡോക്ടറുടെ സ്നേഹം ആവോളം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഡോക്ടറായ ആൾ 1-2 തവണ വീട്ടിലുമെത്തി. വീട്ടിൽ ബന്ധുക്കൾ ആരും തിരിച്ചറിയാതിരിക്കാൻ ചെല്ലുമ്പോൾ വൈദ്യുതിയും CCTVയും ഒക്കെ അണയ്ക്കണമെന്ന് പ്രത്യേകം ഈ പറയുന്ന കാമുകിയോട് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെ 3-4 തവണയായി. ഇതിനിടയിൽ ഡോക്ടർക്ക് ആവശ്യത്തിനുള്ള ചില്ലറ ചെലവുകൾ ഒരു നല്ല കാമുകി എന്നുള്ള നിലയിൽ ഈ പറയുന്ന ആൾ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഗംഭീരമായി ഇത് നടന്നു പോകുന്നതിനിടയിൽ ക്രമേണ ഡോക്ടർക്ക് ഈ കാമുകിയിലുള്ള കൗതുകം അവസാനിച്ചു. പെതിയെ പിൻവാങ്ങാൻ തുടങ്ങി. മെസ്സേജിന് മറുപടിയില്ലാതായി. വളരെ ധൈര്യശാലിയും തന്നെ ചതിച്ച ഡോക്ടറോട് പ്രതികാരം ചെയ്യാനുമായി ഉറച്ച ആ സഹോദരി നേരെ മെഡിക്കൽ കോളേജിലേക്ക് വന്നപ്പോഴാണ് ആ ഡോക്ടർ പതിവ് പോലെ രോഗികളെ ചികിത്സിച്ച് അവിടെ നിൽക്കുന്നത്. കൊടുത്ത് കന്നമ്പളൊക്കെ 2 പൊട്ടിയിട്ട് ഡോക്ടർ അമ്പരന്നു. എന്തിനാണ് എന്നെ അടിക്കുന്നത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നായി. അങ്ങനെയാണ് അയാൾ പോലീസിൽ കേസ് കൊടുക്കാൻ പോയത്. ഈ അടിച്ചിട്ട് പെൺകുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ കാഴ്ചക്കാരൊക്കെ ഇപ്പോഴത്തെ കാലത്ത് കരുതുന്നത് എങ്ങനെയാണ്? എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, അതിനവന് 2 കിട്ടിയതാണെന്നല്ലേ കരുതൂ. നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഈ ആണുങ്ങൾക്ക് കിട്ടിയാൽ ആരും കരയാനില്ലല്ലോ, പോസ്റ്റ് ഇടാനും ഇല്ലല്ലോ. അപ്പോൾ എന്തു ചെയ്തു? അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോഴാണ് നൗഷാദ് എന്ന് പറയുന്ന ഈ PG ഡോക്ടറെ കണ്ടുപിടിച്ചത്. ഏതായാലും നല്ല മിടുക്കനായ PG ഡോക്ടറാണ് ഇവൻ. ഇവനാണ് മറ്റേ ഡോക്ടറുടെ പേരിൽ ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോയത്. 2 പേരും റിമാൻഡിലാണ്. എപ്പടി ഇருக்கு? കഷ്ടകാലത്തിൽ ഏതാണ്ടൊക്കെ പാമ്പാവും, അല്ലെങ്കിൽ ചിലതുപോലും പാമ്പാവും എന്ന് പറയുന്നൊരു നാടൻ ചൊല്ലുണ്ട്. അതുപോലെ പാമ്പായി പാവം ഡോക്ടർക്ക്. 2 പാമ്പുകൾ അകത്തുമായി. പ്രണയത്തിനും ഇടപെടലിനുമൊക്കെ ഇങ്ങനെ മാസ്മരികമായ ഒരുപാട് തലങ്ങളുണ്ട്. മാനായും മാരീചനായും വരും. മറക്കാതിരിക്കാം.